അപ്പോൾ ഈ ഇഞ്ചിപ്പുളി എങ്ങനെ ഉണ്ടാക്കിയത് നമുക്ക് നോക്കിയാൽ ആദ്യം തന്നെ നമുക്ക് പുളിവെള്ളം തയ്യാറാക്കാം. അതിന് വേണ്ടി നമുക്ക് കുറച്ച് പുളി എടുത്തിട്ട് അതിനകത്തോട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് നല്ല രീതിക്കൊന്ന് അരിച്ചെടുക്കണം. അതിന് ശേഷം നമുക്ക് ശർക്കര വേണം, നല്ല രീതിക്ക് ചോപ്പ് ചെയ്ത ഇഞ്ചി, കൊച്ചുള്ളി, പച്ചമുളക്, ഇതെല്ലാം ഒരു ചീനച്ചട്ടിയിലോട്ടിട്ട് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ കുറച്ച് കൂടുതൽ എണ്ണ തന്നെ ഒഴിച്ചു. എന്നിട്ട് നമുക്ക് അതിനകത്തോട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച ഇഞ്ചി ഇട്ടിട്ട് നല്ല രീതിക്ക് വരട്ടി ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ വരട്ടിയിട്ട് അതൊന്നെടുത്ത് മാറ്റി വെക്കാം. എന്നിട്ട് നമുക്കതൊരു മിക്സിയിലോട്ട് എടുത്ത് നല്ല രീതിക്ക് ക്രഷ് ചെയ്തെടുക്കാം. കാരണം ചിലവർക്ക് ഇഞ്ചി കടിക്കാൻ കിട്ടുന്നതൊന്നും ഇഷ്ടമല്ലല്ലോ. അതിനുശേഷം നമുക്ക് ആ എണ്ണയിലോട്ട് തന്നെ കൊച്ചുള്ളിയും പച്ചമുളകും ഇട്ടിട്ട് നല്ല രീതിക്കൊന്ന് വരട്ടിയെടുക്കാം. അതിനുശേഷം അതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് നമുക്ക് പൊടികളെല്ലാം ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനു വേണ്ടി കുറച്ച് പൊടികളൊക്കെ മതി. മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ട് നല്ല രീതിക്കൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമ്മൾ ക്രഷ് ചെയ്ത് വെച്ച ഇഞ്ചി ഇട്ടിട്ട് നല്ല രീതിക്ക് മിക്സ് ചെയ്ത് അതിനകത്തോട്ട് അരിച്ച് വെച്ച പുളിവെള്ളവും കൂടെ ആഡ് ചെയ്ത് നല്ല രീതിക്കൊന്ന് കുറുകി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് നമുക്ക് കായ